ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു എണ്ണ പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതിനുള്ള സാധനങ്ങളൊക്കെയാണ് ഈ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നല്ല നാച്ചുറൽ ആയിട്ടുള്ള അലോവേര എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ കുതിർത്ത് വെച്ച ഉലുവ എടുത്തിട്ടുണ്ട്, പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വേണം കേട്ടോ. നമ്മൾ 1 ലിറ്റർ മേടിച്ചു, കുറച്ച് കൂടുതൽ കാച്ചി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാമല്ലോ. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പ്രിപ്പറേഷനിലോട്ട് കിടക്കാം. അയ്യോ, പിന്നെ ഇയാളെ ഞാൻ മറന്നുപോയി കേട്ടോ, നമ്മുടെ നെല്ലിക്ക എടുത്തിട്ടുണ്ടേ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് അരച്ചെടുത്തിട്ട് വരാവേ. അങ്ങനെ ഒരു സെക്ഷൻ അരച്ചു. കറിവേപ്പില ഞാൻ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട് കേട്ടോ, മുടിക്ക് നല്ലതാണല്ലോ. അങ്ങനെ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളം ഒന്നും തുള്ളി പോലും ചേർക്കരുതേ. ഞാൻ കരിഞ്ജീരകവും അരച്ച് തന്നെയാണ് ചേർത്തത്. എല്ലാം നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിച്ചൂട്ടനാണെങ്കിൽ എൻ്റെ സബോളനെ എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കിച്ചൂട്ടിന് സബോള കാണാൻ പറ്റൂല, അതെടുത്ത് അങ്ങോട്ടെറിയും ഇങ്ങോട്ടെറിയും. സത്യം പറഞ്ഞാൽ എൻ്റെ സബോള എല്ലാം ചീഞ്ഞു പോകും. സാധാരണ സബോളയൊക്കെ നമ്മൾ പുറത്തിട്ട് കഴിഞ്ഞാലും കുറേ ദിവസം കിടക്കും. പക്ഷേ എൻ്റെ സബോളകൾ ഇപ്പോൾ കിടക്കൂല, കാരണം ഈ എറിയൽ കാരണം ഒരു ദിവസം ഒരു 15 തവണയെങ്കിലും അതെടുത്ത് എറിയും. എറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് എല്ലാം ചീഞ്ഞു പോകും. കിച്ചൂട്ടിന് എന്താണെന്നറിയത്തില്ല, കളിപ്പാട്ടത്തെക്കാളിലും കൂടുതൽ ഇഷ്ടം അടുക്കളയിലെ പാത്രങ്ങളും സബോളകളും. അങ്ങനെയല്ല, അത് പൊതുവെ എല്ലാ പിള്ളേരും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പിള്ളേർക്കൊന്നും ഈ പ്രായത്തിൽ കളിപ്പാടേണ്ട ആവശ്യമില്ല. അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എണ്ണയുടെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള എണ്ണ ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. അതൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചേരുവയെല്ലാം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ. വെള്ളം ചേർത്താൽ അതിൻ്റെ ബലവും പോകും. അത് മാത്രമല്ല, എണ്ണയിലിടുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിച്ച് നമ്മുടെ മേത്തെല്ലാം തെറിക്കും. അതുകൊണ്ട് വെള്ളം തീരെ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ചേരുവെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി എണ്ണയ്ക്കകത്ത് നല്ലപോലെ യോജിപ്പിക്കണം കേട്ടോ. എന്നിട്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഒത്തിരി നേരം ഇളക്കാതിരിക്കരുത്. എന്നാന്ന് വെച്ചാൽ ചോട്ടി പിടിക്കും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ എണ്ണ തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഉള്ള മുടിയും കൂടെ പോയി കിട്ടും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അപ്പോൾ തന്നെ ഫ്ലെയിം ലോ ടു മീഡിയം വെക്കാവുള്ളൂ. ഒരു കാരണവശാലും കൂട്ടി വെക്കരുത്. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം കരിഞ്ഞു പോകും. അതുപോലെ തന്നെ കറക്റ്റ് പാകത്തിന് കിട്ടത്തുമില്ല എണ്ണ. അതുകൊണ്ട് നമ്മൾ കുറച്ച് ക്ഷമയുള്ള പരിപാടിയാണ്. ഒരു 40 തൊട്ട് 1 അവർ വരെ നമ്മളിത് ഇളക്കിക്കൊണ്ട് നിൽക്കണം കേട്ടോ. അതിൻ്റെ നീരെല്ലാം നല്ലപോലെ എണ്ണയിൽ ഇറങ്ങണം. അതുവരെ നമ്മൾ പയ്യെ ഇത് മൂപ്പിച്ചെടുക്കാവുള്ളൂ. പയ്യെ മൂത്ത് വരണം. ആ കിടക്കുന്ന അതിൻ്റെ കൊത്തെല്ലാം നല്ല ഒരു മൂക്കുമ്പം ഇളക്കുമ്പോൾ തന്നെ നമുക്കൊരു സൗണ്ട് കേൾക്കാൻ തുടങ്ങും. ആ ഒരു പരുവം വരെ നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടത്. ഇപ്പോഴാണെങ്കിൽ സൗണ്ട് കേൾക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണോ എന്നറിയത്തില്ല, ഓരോരോ പാത്രം എടുത്തോടെ കൊട്ടിക്കളിക്കുന്നുണ്ട്. എല്ലാ പാത്രങ്ങളെല്ലാം നശിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ അത് എണ്ണയുടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടത് അതിൻ്റെ നീരെല്ലാം നല്ലപോലെ എണ്ണയിലോട്ട് ഇറങ്ങി എണ്ണയ്ക്കൊരു പച്ച കളറായിട്ടുണ്ട്, ഒരു ലൈറ്റ് പച്ച കളറ്. ഇനി കുറെ കൂടെ നല്ല പച്ച കളറാകും കേട്ടോ. നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഞാൻ ഇളക്കി കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചു നേരം ഉണ്ണിയേട്ടനെ ഇളക്കട്ടെ പറഞ്ഞാൽ ഉണ്ണിയേട്ടനെ ഏൽപ്പിച്ചിട്ട് പോയി. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മുടെ എണ്ണ ഇവിടെ പാകമായിട്ട് വന്നിട്ടുണ്ടേ. കണ്ട് കുറച്ച് എണ്ണ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എണ്ണയൊക്കെ വാങ്ങിയിട്ട് എൻ്റെ കിച്ചൂട്ടൻ ഞാൻ എവിടെ ഉണ്ടോ അവിടെ കാണും. എൻ്റെ ബോഡി ഗാർഡാണ്.
അങ്ങനെ എണ്ണയൊക്കെ ദേ നമ്മൾ വാങ്ങിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് ഉണ്ണിയേട്ടൻ്റെ അച്ഛനൊക്കെ വന്നിട്ടുണ്ട്, അച്ഛനും മമ്മിയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മമ്മീനെ കൊണ്ട് തുണിയൊക്കെ പിടിപ്പിച്ചിട്ട് ദേ എണ്ണ ഒഴിച്ച് അരിച്ചെടുക്കുകയാണ്. നമ്മൾ അരിപ്പിൽ അരിക്കുന്നതിനെക്കാട്ടി നല്ലത് നല്ലൊരു കോട്ടൻ്റെ തുണിയിൽ വെള്ളത്തുണിയിൽ അരിച്ചെടുക്കുന്ന കേട്ടോ. അപ്പം നല്ലപോലെ അതിൻ്റെ കൊത്തെല്ലാം മാറി എണ്ണ മാത്രമായിട്ട് കിട്ടും. അരിപ്പിലാണെങ്കിൽ കുറേയൊക്കെ കൊത്ത് വരും കേട്ടോ. എണ്ണയൊക്കെ നല്ലപോലെ ദേ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ദേ നല്ലൊരു പച്ച കളറിലാണ് നമ്മുടെ എണ്ണ കിട്ടിയിരിക്കുന്നത്. ഇനി കുറേ ദിവസത്തേക്കുള്ള എണ്ണയായി. അപ്പം ഇനി ഇതൊക്കെ തേച്ച് നമുക്ക് കുളിക്കാം. ഞാൻ എൻ്റെ മുടിയൊക്കെ വെട്ടിയായിരുന്നു. അപ്പം ഇനി അതിനെ വെട്ടിയേ പോരല്ലോ, നമ്മൾ വളർത്തിയും കൂടെ എടുക്കണ്ടേ. അപ്പം ഇതിന് എന്തെങ്കിലുമൊക്കെ പൊടിക്കൈകൾ കൊടുക്കണമല്ലോ. നേരത്തെ ഞാൻ അതും ഇതൊക്കെ ചെയ്യായിരുന്നു. ഇപ്പം കിച്ചണിലുള്ളതുകൊണ്ട് ഒന്നും സമയം കിട്ടുന്നില്ല. അപ്പം എണ്ണയൊക്കെ കാച്ചി വയ്ക്കുകയാണെങ്കിൽ അതെങ്കിലും തേക്കാമല്ലോ. അങ്ങനെ ദേ എണ്ണയൊക്കെ ഒഴിച്ച് കുപ്പിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ലിറ്റർ എണ്ണയാണ് കാച്ചാൻ സത്യം പറഞ്ഞാൽ എടുത്തത്. പക്ഷേ കിട്ടിയത് 1/2 ലിറ്റർ ഇച്ചിരിയും കൂടെ കിട്ടിയിട്ടുണ്ട്. അത്ര കിട്ടില്ല, ബാക്കി ഫുള്ള് പറ്റിപ്പോയി. അതങ്ങനെയാണ്, കാച്ചുമ്പം കുറേ അങ്ങനെ പിന്നെ കുറച്ച് കൊത്തും എണ്ണയൊക്കെ വന്നതെല്ലാം കൂടി ഞാൻ പരീക്ഷണം എന്ന ഇതിൽ ഉണ്ണിയേട്ടൻ്റെ തലയിലോട്ട് അങ്ങ് തേച്ച് കൊടുത്തു. ആദ്യം നമ്മൾ എന്തുണ്ടാക്കിയാലും നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ. അങ്ങനെ എൻ്റെ പരീക്ഷണ വസ്തുവാണ് ഉണ്ണിയേട്ടൻ ഇനി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം എൻ്റെ തലയിൽ തേക്കാനായിട്ട്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, സി യു, ലവ് യു ഗൈസ്.